പ്രായത്തിന്റെ അവശത മറന്നും അവർ കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി നിറഞ്ഞു നിന്നു. 60 കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച വയോജന കലോത്സവത്തിലാണ് വയോധികർ പ്രായം മറന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു കൊട്ടും പാട്ടും എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. 60കളെ യൗവനമാക്കി അവർ ആഘോഷിക്കുകയായിരുന്നു. പാട്ടുപാടിയും നാടൻപാട്ട് അവതരിപ്പിച്ചും നൃത്തം ചെയ്തും അവർ തങ്ങളുടെ പ്രായത്തിന്റെ അവശതകളെ മറികടന്നു. ശാസ്താംകോട്ടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോധികർക്കായുള്ള കലോത്സവം കൊട്ടും പാട്ടുമാണ് വ്യത്യസ്തമായ പരിപാടികളിൽ കാണികൾക്ക് അത്ഭുതകരമായി മാറിയത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് 60 വയസ്സ് കഴിഞ്ഞവർ വേദിയിലെത്തിയപ്പോൾ അവർ യൗവനയുക്തരായി മാറുന്നതാണ് കണ്ടത്. ശാസ്താംകോട്ട ബ്ലോക്ക് പരിധിയിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കൊട്ടും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദ് വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്നവർക്ക് വേണ്ടി മുൻഗാമികളാവാനാണ് ഞങ്ങളുടെ നിയോഗം. അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലിരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്പൂതിരി സാറിനെ പോലെ തന്നെ വളരെ ഈ രംഗത്ത് പരിണതപ്രജരായിട്ടുള്ള ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് ഈ കമ്മീഷന്റെ മറ്റ് പല അംഗങ്ങളും എന്നുള്ളതുകൊണ്ടും നല്ല മിഷൻ ഈ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കമ്മീഷന് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് ഷീജ, വി രതീഷ്, സനൽകുമാർ, പോരുവഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഇവിടെ നടന്നത് രാവിലെ സ്പോർട്സിന്റെ ഇനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതേക്കാളേറെ മനുഷ്യ മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗീതത്തിന്റെയും നൃത്തച്ചുവടുകളുടെയും താരാട്ടുപാട്ടിന്റെയും ശീലുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര സമയം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.